ദേശീയ രാഷ്ട്രീയം ചർച്ച ചെയ്താൽ ബി.ജെ.പിയുടെ സാധ്യത വിരളമാണ് എന്നാണ് ഇപ്പോൾ LDF പറയുന്നത്. തൊഴിലില്ലായ്മയുടെ നിരക്ക്, ഇൻഫ്ലേഷന്റെ വർധനവ്, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഘടകമാണെങ്കിൽ ഈ പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിലും അത് പ്രതിഫലിക്കില്ലേ? അത് കൃഷ്ണകുമാറിനെ ബാധിക്കില്ലേ? ഓണല്ലേ, ഇവിടെ വലിയ രീതിയിൽ CPM-ന്റെ പ്രതിനിധി പറഞ്ഞു, ഇവിടെ പല സർവേകളും പുറത്തു വരുന്നുണ്ട്, നരേന്ദ്രമോദിക്ക് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് പ്രതിച്ഛായ എന്നെല്ലാം പറഞ്ഞു. ഞാൻ ഈ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി തന്നെ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ദേശീയ നേതാക്കന്മാർ അങ്ങ് ഡൽഹിയിൽ ഇവരുടെ പാർട്ടി ആസ്ഥാനം നിൽക്കുന്ന സ്ഥലത്ത് പോലും ഇവർക്ക് സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ പറ്റാത്ത ഗതികേടിൽ നിന്നുകൊണ്ടാണ് ഇവർ BJP ഇവിടെ വെല്ലുവിളിക്കുന്നത്. ഇവിടെ പറയുന്നത് എന്താ പറയുന്നത്? BJP മോദിയുടെ പ്രതിച്ഛായ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അവരുടെ പാർട്ടിയുടെ നേതാവ് തന്നെ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമ്മൾ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈനാം പേച്ചിയോ മരപ്പെട്ടിയോ ഏതൊക്കെ ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമെന്ന് പറയുന്നു. ഇത്തരത്തിൽ പറയുന്ന ആളുകളാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യം മുഴുവൻ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ ഭാരതീയ ജനതാ പാർട്ടിയോട് പറയുന്നത് നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ ഇടിഞ്ഞു വീഴുന്നു. ഇവരിപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന സർവേകളിലാണ്. പക്ഷേ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരിലാണ്. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ വീട് വീടാന്തരം കയറി ഇറങ്ങിക്കൊണ്ട് ഈ രാജ്യത്ത് കോടിക്കണക്കിന് വരുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഗുണഭോക്താക്കളെ നേരിട്ട് കണ്ടുകൊണ്ട് കഴിഞ്ഞ 10 വർഷം ഞങ്ങളിവിടെ എത്തിച്ചു കൊടുത്ത കുടിവെള്ള കണക്ഷൻ എത്തിച്ചു കൊടുത്ത വീടുകളിൽ കയറി ചെന്നുകൊണ്ട്, വീടില്ലാത്ത ആളുകൾക്ക് നൽകിയ ആ വീടുകളിൽ കയറി ചെന്നുകൊണ്ട്, ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ഗ്യാസ് നൽകിയ വീടുകളിൽ ചെന്നുകൊണ്ട്, സുകന്യ സമൃദ്ധി പദ്ധതി പ്രകാരം അതിൻ്റെ ഗുണഭോക്താക്കളുടെ വീടുകളിൽ ചെന്നുകൊണ്ട്, മുദ്രാ യോജനയുടെ ഗുണഭോക്താക്കളുടെ വീടുകളിൽ ചെന്നുകൊണ്ട്, കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കളുടെ വീടുകളിൽ ചെന്നുകൊണ്ട്, അത്തരത്തിൽ ഞങ്ങളുടെ ഗുണഭോക്താക്കളായ ആളുകളുടെ വീടുകളിൽ കയറി ചെന്നുകൊണ്ട് പദ്ധതികളുമാണ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത്. ഈ 10 വർഷം എന്താണോ ജനങ്ങൾക്ക് മുൻപിൽ കാഴ്ചവെച്ചത് ആ പ്രോഗ്രസ് കാർഡുമായാണ് ജനങ്ങളെ നേരിടുന്നത്. അത്തരത്തിൽ ജനങ്ങളുടെ വിധിയെഴുത്തിൽ ഉറപ്പായും ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഒരു 3ാം വരവുണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസമുണ്ടോ?